സ്ഥാനാർത്ഥി ആരെന്ന തർക്കം പരിഹരിച്ച് പ്രചരണം കൊഴുപ്പിച്ച് LDF UDFന് ഒപ്പമെത്തുമ്പോഴാണ് പത്രികാ വിവാദം UDFന് കൊടുക്കുന്നത്. ഇരുമുന്നണികളുടെയും ഈ രണ്ട് ആശങ്കകളും കോട്ടയത്ത് ഇന്ന് വാർത്തയല്ല. സീറ്റ് പിടിക്കാനുള്ള കടുത്ത ശ്രമത്തിലാണ് ഇരുമുന്നണികളും. പ്രചാരണത്തിന്റെ രണ്ട് ഘട്ടങ്ങളും പൂർത്തിയാക്കി അവസാന ഘട്ടത്തിൽ പഴുതടച്ച പ്രചാരണത്തിനാണ് ഇരുകൂട്ടരും ശ്രമിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്നാണ് ജോസ് കെ മാണിയുടെ ഉറച്ച വിശ്വാസം. ഈ 7 അസംബ്ലി നിയോജകമണ്ഡലത്തിലും എല്ലാ പഞ്ചായത്തുകളിലും അവിടുത്തെ ജനങ്ങളിൽ എന്നിലർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ഒരു പോറൽ പോലും ഏക്കാതെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകണം എന്ന ചിന്താഗതിയിൽ ഞാൻ മുന്നോട്ട് പോകുന്നതാണ്. അവിടെ ഭൂരിപക്ഷം എനിക്ക് പ്രശ്നമല്ല, അവിടെ എതിരാളികളും പ്രശ്നമല്ല. എന്നാൽ കോട്ടയത്ത് ഒരു മാറ്റം ഉറപ്പാണെന്നാണ് മാത്യു ടി തോമസിന്റെ വാദം. വളരെ നല്ല സത്യം. ഇത്തവണ റബ്ബറിന്റെ വിലയിടിവ്, അഴിമതി, വിലക്കയറ്റം ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതോടൊപ്പം തന്നെ മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടുന്നു. ഇടതുപക്ഷ മുന്നണി മനഃപൂർവ്വമായി ബോധപൂർവമായി അജണ്ട തീരുമാനിക്കുന്നില്ല. ജനങ്ങൾ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് UDFന്റേത് എന്ന് ഉറപ്പിച്ചു പറയാൻ അത്ര എളുപ്പം സാധിക്കുന്ന മണ്ഡലമല്ല കോട്ടയം. ഇക്കുറി സ്ഥാനാർത്ഥി നിർണയ പ്രശ്നം ബാധിച്ചുവെങ്കിലും അത് വേഗത്തിൽ LDF മറികടന്നു. റബ്ബർ വിലയിടിവും റെയിൽവേ ടൂറിസം വികസന പ്രശ്നങ്ങളും വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നാണ് LDFന്റെ വിശ്വാസം. എന്നാൽ ചിട്ടയായ പ്രവർത്തനങ്ങളും വികസന നേട്ടങ്ങളുമാണ് UDF ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് പ്രതീക്ഷയർപ്പിക്കുന്നത്. ഇപ്പോഴും കോട്ടയത്ത് നേരിയ മുൻതൂക്കം UDFനാണെന്ന് പറയാമെങ്കിലും പോരാട്ടം ഇഞ്ചോടിഞ്ചാകുമ്പോൾ കോട്ടയം ആരുടെ കോട്ടയാകും എന്നത് പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലാണ് പ്രചാരണം കൊഴുക്കുന്നത്. യു ഷൈജു, മീഡിയ 1, കോട്ടയം.